അടുത്ത വരുമ്പോ ഞാൻ മാലയും കമ്മലും ഇട്ടോണ്ട് വരും. മാലയും കമ്മലും ഇട്ടോണ്ട് വന്നാ ഞാൻ നിന്നെ കെട്ടി പിടിച്ചോണ്ട് വരും. നമുക്ക് നോക്കാട്ടോ. ഇപ്പൊ ഞാൻ നിക്കുന്നത് പനംകുട്ടി പവർ ഹൗസിന്റെ അടുത്താട്ടോ. എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ കാണുന്ന പാലമൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ കാണിച്ചു തരാം, സംഭവം കാണിച്ചു തരാം. ആ കാണുന്ന വലിയ 3 പൈപ്പിൽ നിന്ന് വെള്ളം വന്നിട്ട് പറയുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ സീനറി അല്ലേ? അടിപൊളി സീനറി അല്ലേ? ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ സംഭവം കണ്ട, വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറുന്നതാ ഈ ഒരു കടയിലാണ്. അടിപൊളി ചമ്പളയും കൊണ്ടുള്ള കട അല്ലേ? ഇതാടി ഇത് നല്ല സ്ഥലം. ഓക്കെ. ഷെർവിനാണെങ്കിൽ ഭയങ്കര ഉറക്കാട്ടാ. കാറിക്കട നല്ല സുഖമായിട്ട് ആളുറങ്ങാണ്. ഇപ്പൊ തന്നെ തിരിച്ചു പോകണം നമുക്ക്. ഓക്കെ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാ 8-9 വർഷം മുമ്പ് നിന്നെ പെണ്ണ് കാണാൻ മഞ്ഞ വഴിക്കായിട്ട് ഈ കാണുന്ന സ്ഥലത്ത് നിർത്തിയിട്ടാണ് ഫുഡ് കഴിച്ചത് ഞങ്ങള്. ഞാൻ സ്ഥലം കാണിച്ചു തരാവേ. ഈ ഒരു സ്ഥലമാണ്. ഇതാണ് KCB റോഡ് എന്ന് പറയും. ആദ്യം അങ്ങേ സ്ഥലത്തിന്റെ പേര് പനംകുട്ടി അല്ലേ? പനംകുട്ടി. ഇച്ചിരി മുമ്പ് നമ്മള് കണ്ടത് പനംകുട്ടി പവർ ഹൗസ് ആണ്. ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നത് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഫുഡ് കഴിക്കാൻ കടയാണ് നമ്മള് കാണാം. എന്താണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ, ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്. നമ്മള് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ജംഗ്ഷൻ. ഇത് ജംഗ്ഷൻ. ഈ ഒരു കടയാണ്. മിക്ക ആൾക്കാരും ഇവിടെ വരുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. ഹോട്ടലാണ് നമ്മൾ പോയി. പിന്നെ അതാ ഇതാണ് നമ്മളിപ്പോ നേര്യമംഗലം ആ ഒരു കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് KCB റോഡ്. യെസ്, കാടാണ്. കേറിയിട്ടുണ്ടല്ലേ. ഇവിടെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം റോഡും ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ആന ഇറങ്ങുമായിരുന്നു. ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. ടൂറിസം മേഖല ഇപ്പൊ ഒന്ന് ഇച്ചിരി ബെറ്റർ ആയതുകൊണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കാണുന്ന റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സെറ്റപ്പ് റോഡായി, അതായത് കുണ്ടും കുഴിയോ അങ്ങനെയൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ഞങ്ങൾക്ക് എന്റെ വീടിന്റെ അടുത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ മൂന്നാറായിരുന്നു. ഇന്ന് ആനച്ചാല് ആ സ്ഥലത്ത് രാജക്കാട് എന്ന സ്ഥലം. രാജക്കാട് കുഞ്ചത്തണ്ണി. ഫുൾ ബിസി ആയിരുന്നു. പിന്നെ എന്താ പറയാ, ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? പിന്നെ നമ്മുടെ ഷെർവിമോൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, സുഖമായി ഉറങ്ങുന്നു. എന്നോട് പറയും ഇനി വീട്ടിലേക്ക് തിരിച്ചാൽ കൂടി എറണാകുളത്തേക്ക് പോകണമെന്ന്. ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ നല്ല തണുപ്പാണേ. ഭയങ്കര തണുപ്പാണ്, രക്ഷയില്ലാത്ത തണുപ്പാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു KCB റോഡിന്റെ അതിൽ വരില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേച്ചിനെ കാണാൻ വേണ്ടി പോണതാണ്. എന്ന് വെച്ചാൽ ആ ചേച്ചി അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. യെസ്. അപ്പം ആ ചേച്ചിയുടെ വീഡിയോ നമ്മൾ ഇതിനു ചെയ്തിട്ടുണ്ട്. പാൻ ചേച്ചിയാണ്. ചേച്ചിയുടെ വീഡിയോ ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, അതൊരു കഥയാണ് അല്ലേ? ശരിക്കും പറഞ്ഞ സ്റ്റോറിയാണ്. സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ് സീൻ അങ്ങനെയൊക്കെ പറയാലോ. എന്താ പറയാ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ചേച്ചിയാണ്. ഞങ്ങളെ ഒരു 3-4 വർഷം മുമ്പ് ഞങ്ങൾക്ക് ബൈക്കായിരുന്നു. ബൈക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോ കൊച്ചു ഛർദ്ദിച്ചപ്പോ പറഞ്ഞു അവർക്ക് സങ്കടം. ഞങ്ങളിങ്ങനെ കുഞ്ഞി കൊച്ചിന്, അവന് 1.5 വയസ്സുള്ളൂ, കുഞ്ഞി കൊച്ചിനെ കൊണ്ട് പോയപ്പോ പറഞ്ഞു നിങ്ങൾ അടുത്ത തവണ വരുമ്പോ വണ്ടി എടുക്കും എന്ന് പറഞ്ഞു. ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ ഒരു വാക്ക് ഇന്നത് അല്ലെ സഫലമായി. അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി ഇതാണ് കട. ഇതാണ് ആ കട, നമ്മുടെ കട. എനിക്ക് മനസ്സിലായി. ഞാൻ ഏൽക്കുടി ചേച്ചി, പിന്നെ ഹസ്ബൻഡും. ഈ ചേച്ചിനെ കാണാനാണ് ഞങ്ങൾ ഇന്ന് ഈ വഴിക്ക് വന്നതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. ആ കാണുന്ന വെള്ളച്ചാട്ടമാണ്, വെള്ളച്ചാട്ടം. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു കട. നല്ല അടിപൊളി കടയല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ കട. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. ആ കാണുന്ന ഹോട്ടലിൽ കുറച്ചാൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇതൊന്നും അല്ല അല്ലേ? ഇതൊന്നും അല്ല.
ഇത്ര ഹെവി വെള്ളച്ചാട്ടാണല്ലേ അന്നേരം. ഭയങ്കര നല്ല ഭംഗിയായിരുന്നു. ധീരവ എന്നിട്ട് ആ പാട്ടൊന്നും ചേർന്ന് നല്ല വെള്ളാട്ടോ. ആ കാണുന്ന മലയിൽ നിന്ന് ഇറങ്ങി തന്നെ ഉള്ളു അല്ലേ. സൂപ്പർ കാഴ്ച അല്ലേ. സുനോബിയുടെ വീട്ടിലോട്ട് പോണ വഴിക്ക്. അതെ അതെ, ഇനിയുണ്ട് 3-4 വെള്ളച്ചാട്ടം. ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ വെള്ളം കുറവാണ്. ആ അറിയാം. ഞങ്ങൾ ആ സമയത്താണ് ഒരു പെരുമഴയത്താണ് ഞങ്ങള് ബൈക്കിന് വന്നത്. അന്നേരം പറഞ്ഞതാണ് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ വണ്ടി കാറ് കൊണ്ടുവരും അല്ലേ. ഞാൻ കാർ കൊണ്ട് വന്നു പോന്നങ്ങട്. അങ്ങ് സൈഡ് മല നോക്കി, ആ മല ഇറങ്ങിയാ നമ്മള് വന്നേ. ആ കാണാൻ മലയ്ക്കാണ്ട് ഇറങ്ങി വന്നല്ലേ. ഇതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മലയുടെ മേളില് വെള്ളം ഉണ്ടാവും, അത് ഓസിട്ടാണ് വരുന്നത്. എന്തൊക്കെ പരിപാടിയല്ലേ. ഇതിപ്പോ നൊസ്റ്റാളജിയ മാത്രല്ല, ചേച്ചിക്കും ചേട്ടനും ഇവിടെ ജീവിക്കാനുള്ളൊരു മാർഗം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ. അതന്നെ. പിന്നെ മൊത്തമായിട്ട് ഒരു ആശുപത്രി കേസൊക്കെ വന്ന മൊത്തം തുകയാണല്ലോ. അത് മക്കളോട് പറയും. അങ്ങനെ വന്നിട്ടില്ല, എന്നാലും വീട്ടിൽ വന്നിട്ടുണ്ട്. കോട്ടയം വേണം. അത്യാവശ്യം കേട്ടോ, അത്യാവശ്യം കടുപ്പൊക്കെ ഉള്ള ചായ. ഇതിനു മുമ്പ് വരുമ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവിടെ അല്ലേ. നന്നാക്കി ആണല്ലേ. സിമെന്റ് ഇട്ടു. സിമെന്റ് ഒക്കെ ഇട്ട് അടിപൊളി കൊള്ളാം. ഇത് മണ്ണല്ലായിരുന്നോ, മണ്ണൊന്നും ഒരിക്കലും അറിയുള്ളൂ. പിന്നെ ഈ കാണുന്ന പാത്രം കഴിഞ്ഞിടത്തൊക്കെ കുറച്ച് വ്യത്യാസമായിരുന്നു, ഇച്ചിരി വ്യത്യാസമായിരുന്നു. അതെ, ഇവിടെ എല്ലാം നന്നാക്കിയില്ലേ. അതന്നെ സെറ്റപ്പ് ആക്കി അല്ലേ. ആ കലങ്ങിന്റെ അവിടെ പൊളിഞ്ഞെടുക്കാറുന്നു അല്ലേ. നന്നാക്കി സെറ്റപ്പ് ആക്കി കൊള്ളാട്ടാ. സീറ്റൊക്കെ ഇട്ട് ഇതന്നെ തെരഞ്ഞെടുപ്പല്ലേ, അതിന്റെ പരിപാടിയൊക്കെ. വേണോ? അയ്യോ അത് വേണ്ട. എൻ്റെ അമ്മേ അവര് തിന്നാനോട് കൊതി പിടിക്കോ. നമുക്ക് ആ പരിപാടിയില്ല, കുഞ്ഞാമി അങ്ങനെ പരിപാടിയില്ല. കാരണം വെച്ചാൽ കേക്ക് അല്ല. തിന്നോ, കളയാണ്ട് തിന്നോട്ടോടാ അക്കരെ. വിത്തൗട്ട് ചായ എടുത്തായിട്ടാ ഒരെണ്ണം വേണേ. ഇഷ്ടായ ഞാൻ തിന്നണതാ. ഇഷ്ടായ ആ കാണുന്ന വലിയ ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ചെറിയ കുഞ്ഞിക്കട. അടുത്തവണ വരുമ്പോ ഞാൻ മാലയും കമ്മലും ഇട്ടോണ്ട് വരും. മാലയും കമ്മലും ഇട്ടോണ്ട് വന്നാ ഞാൻ നിന്നെ കെട്ടി പിടിച്ചോണ്ട് വരും. നമുക്ക് നോക്കാട്ടാ. നോക്കാട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെ നാട്ടിലെത്തി അല്ലേ. ഇപ്പോഴാണ് 10 ആളെ കാണുന്നത്. അയ്യോടാ മോനെ, എനിക്ക് എന്തായാലും എന്റെ നാട് ഇഷ്ടമാണ്. പൊളിയല്ലേ, അൽപൊളി അൽപൊളി. ഇപ്പഴാ ആള് പറയാം, ഇപ്പഴാണ് ഞാൻ 10 ആളെ കാണുന്നത്. ഇതുവരെ ആൾക്കാരെ കാണാത്തോണ്ട് ഭയങ്കര. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടാ. സംഭവം എന്ന് വെച്ചാൽ വേറെ ഞാൻ ഇവിടുന്ന് പോണ വരെ അത്യാവശ്യം ഡ്രൈവിംഗ് കുഴപ്പമില്ല ഇടുക്കിയിൽ. പക്ഷെ ഡ്രൈവ് ചെയ്തപ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ റെഡിയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെന്നല്ല, അയ്യോ വളവും പിന്നെ അത് മാത്രല്ല കയറ്റും ഒരു രക്ഷയില്ല. ഫുള്ള് വളവ് പറഞ്ഞാൽ വളവും പൊളവും മാത്രം. അത് വളവ് മാത്രം, വളവിന്റെ ഒപ്പം തന്നെ കേറ്റുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞപ്പോ ഓടിച്ച് നമ്മൾ ഒരു വിധം ആയി. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.